ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഞങ്ങളുടെ കുട്ടി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒന്നല്ല കേട്ടോ. നമ്മൾ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ഡിന്നർ നമുക്കിന്ന് പുറത്തുനിന്നാകാം. അപ്പോൾ കഴിഞ്ഞ വട്ടം മുടങ്ങിപ്പോയൊരു ട്രിപ്പുണ്ടല്ലോ, നമ്മുടെ എഡിൻബ്ര ട്രിപ്പ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഇതൊന്നും ട്രിപ്പായിട്ടൊന്നും കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളൊരു ഡിന്നർ കഴിക്കാനായിട്ട് നല്ല അടിപൊളി സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മൾ സ്ഥിരം പോകാറുള്ള റെസ്റ്റോറൻ്റാണ്, പക്ഷേ അമ്മ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത്. അപ്പോൾ അമ്മയെ കൊണ്ട് നമുക്കൊരു അടിപൊളി സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പോയാലോ. എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ അങ്ങനെ ഒരുപാട് നേരം മേക്കപ്പ് ഒന്നും ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് ആകെ ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും. അല്ലാതെ അതിൻ്റെ അപ്പുറം വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എവിടെയെങ്കിലും പോകാനാണെങ്കിലോ മിച്ചാപ്പീനെ ആദ്യം റെഡിയാക്കി നിർത്തണം. അല്ലെങ്കിൽ ഇവിടെ ഒരു വൻ ഭൂകമ്പം തന്നെ നടക്കും. നമ്മൾ റെഡിയാവാനും അവൻ സമ്മതിക്കത്തില്ല, ഒന്നിനും അവൻ സമ്മതിക്കത്തില്ല. സോ ഞാൻ അവനെ ആദ്യം എല്ലാം റെഡിയാക്കി നിർത്തിയിട്ട് ഞാനും ചിത്രനും പതിയെ റെഡിയാവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വേറെ എങ്ങുമല്ല പോകുന്നത്. എഡിൻബ്രയിൽ നല്ല അടിപൊളി ഒത്തൻറ്റിക് സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്നത് മഖനി എന്ന് പറഞ്ഞ ഒരു കടയിലാണ്. അവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്, എല്ലായിടവും നല്ല അടിപൊളി ഫുഡാണ്. പക്ഷേ ഇപ്പം നമ്മൾ പോകുന്നത് മഖനി എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായിട്ട് വീടൊക്കെ പൂട്ടി ഇറങ്ങി. ഞാനപ്പോൾ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് മിച്ചാപ്പി എടുത്തിട്ട് പോകുമ്പോൾ മിച്ചാപ്പി വിചാരിച്ച് ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞ് അവൻ എൻ്റെ നേരെ ഓടി വരികയാണ്. ചേട്ടനാണെങ്കിൽ അവിടെ കാറിൽ അവൻ്റെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് അവൻ്റെ കാർ സീറ്റ് സെറ്റ് ചെയ്യുകയാണ്. നമുക്ക് യു കെയിലെന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും ഔട്ടർ സൈഡ് ഓഫ് ഇന്ത്യയാണ് ഞാൻ പറയുന്നത്. നമുക്ക് പിള്ളേരിൽ കാർ സീറ്റയിൽ മാത്രമേ ഇരുത്തി നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു തുക തന്നെ ഫൈനായിട്ട് വരും. ഇപ്പോൾ ഇവിടെ യു കെയിൽ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ നിയർലി 1000 പൗണ്ടാണ് ഫൈൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വെറുതെ നമുക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കാർ സീറ്റൊക്കെ സെറ്റ് ചെയ്തു, നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, എഡിൻബ്രയിലേക്ക് നമുക്ക് നിയർലി 50 to 55 മിനിറ്റ്സ് ട്രാവലുണ്ട്. അപ്പം അത്രയും ട്രാവൽ ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ അവിടുത്തെ ഫുഡ് എന്തോരം സ്പെഷ്യലായിരിക്കും എന്ന് ചിന്തിക്കാമെന്നല്ലേ ഉള്ളൂ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്കൂടെ മിച്ചാപ്പി ടാറ്റയും ഉമ്മയും ഒക്കെ എല്ലാവർക്കും തരുവാണ്. അപ്പോൾ മിച്ചാപ്പിയും ഭയങ്കര എക്സൈറ്റഡാണ്, ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡാണ് പോയി. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ഒരു രാജ്യത്തൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് എപ്പോഴും നമ്മുടെ ഓൺ ഫുഡെന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഫീലിങ്സ് തന്നെയാണ്. നമ്മുടെ സ്വന്തം ഫുഡ് ഒരു റെസ്റ്റോറൻറ്റിൽ അതും നമ്മുടെ മലയാളി റെസ്റ്റോറൻറ്റിൽ പോയി നമ്മുടെ സ്വന്തം ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഓരോ മലയാളികളുടെയും അതൊരു വികാരം തന്നെയാണ്. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പതുക്കെ മക്കനിലോട്ട് നടക്കുകയാണ്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്സ് വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് അവൈലബിൾ അല്ല, പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്തെ സ്ട്രീറ്റിൽ നമുക്ക് ഒരുപാട് പാർക്കിങ്സ് അവൈലബിൾ ആണ്. ഞങ്ങളങ്ങനെ പതുക്കെ, അമ്മയാണെങ്കിൽ പതുക്കെ കാഴ്ചയൊക്കെ കണ്ട് അകത്തോട്ട് നടക്കുകയാണ്. ഒരുമാതിരി ആവറേജ് ക്ലൈമറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വെയിലുണ്ടെന്ന് പറഞ്ഞാൽ എന്നാൽ അത്രയും ചൂടുമില്ല, എന്നാൽ അത്രയും തണുപ്പുമില്ല. അങ്ങനത്തെ ഒരു മീഡിയം ക്ലൈമറ്റാണിന്ന്. അങ്ങനെ ഞങ്ങൾ മഖനിയിൽ കയറി നമ്മുടെ സീറ്റിലൊക്കെ പോയിരുന്നു. ഞാൻ നല്ല സീരിയസ് ആയിട്ട് മെനു നോക്കുകയാണ്. പക്ഷേ ഒരു കാര്യമില്ല ഗൈസ്, അവിടെ ഞാൻ സ്ഥിരം ചെന്നാൽ ഞാൻ ഓർഡർ ചെയ്യുന്നത് അൽഫാമായിരിക്കും. പിന്നെ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ 65. ജിത്തുവാൻ ഓൾറെഡി വോൺ ചെയ്തു, ഇന്ന് ചിക്കൻ 65 ഇനി വാങ്ങിക്കാൻ പാടില്ല. പിന്നെ അമ്മയുള്ളതുകൊണ്ടും കൂടി നമ്മൾ പഴംപൊരിയാണ് ട്രൈ ചെയ്തത്. പഴംപൊരിക്ക് ഞാനൊരു 100-ൽ 75 കൊടുക്കും. കാരണം ഇച്ചിരി എണ്ണ കൂടുതലായിരുന്നു, പക്ഷേ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. മിച്ചാപ്പിയെ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ പഴംപൊരി. എനിക്ക് തോന്നുന്നു അവന് നമ്മളങ്ങനെ വീട്ടിലങ്ങനെ ഒരുപാട് ഉണ്ടാക്കാറില്ല, പക്ഷേ എന്നാലും വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എണ്ണ ഇച്ചിരി അധികം ആയതുകൊണ്ട് ഒരുപാട് അവന് ഞങ്ങൾ കൊടുത്തില്ല, പക്ഷെ എന്നാലും എനിക്കൊന്നൊരു അരമുറിയോളം അവനത് കഴിച്ചെന്ന് തോന്നുന്നു. ചിത്തുവാനാണെങ്കിൽ ടിഷ്യൂ ഒക്കെ എടുത്ത് ഇങ്ങനെ എണ്ണ ഒപ്പി കളയുവാണ്. പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല, അടിപൊളി പഴംപൊരിയായിരുന്നു. പഴംപൊരി കഴിച്ചിട്ട് മിച്ചാപ്പിയോട് സൂപ്പറാണോ എന്ന് ചോദിച്ചതിൻ്റെ രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അവൻ കൈ പൊക്കി സൂപ്പറാണെന്ന് പറയാൻ ശ്രമിക്കുന്നതാണ്, പക്ഷെ നടക്കുന്നില്ല. എന്തായാലും അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതാണല്ലോ നമ്മുടെ ഹാപ്പിനെസ്സും. ഏതൊരു പേരൻസിൻ്റെ ഹാപ്പിനെസ് ആണല്ലോ അവരുടെ മക്കൾ നല്ലൊരു ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തോ എൻജോയ് ചെയ്താലും അതെല്ലാം നമ്മുടെ ഒരു ഹാപ്പിനെസ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, പഴംപൊരി ഓർഡർ ചെയ്യാൻ വേറെ ഒരു കാരണവും കൂടെ ഉണ്ട്. കാരണം ജിത്തു എൻ്റെ ഫേവറേറ്റ് സ്നാക്കാണ് പഴംപൊരി എന്നുള്ളത്.
നേരത്തെ എൻ്റെ അമ്മയുള്ളപ്പോഴാണെങ്കിലും ജിത്തുവാൻ്റെ അമ്മ വരുമ്പോഴാണെങ്കിലും എന്തൊരു ഇന്ത്യൻ ഷോപ്പിൽ പോയാലും അപ്പം എന്നെ കൊണ്ട് ഏത്തക്ക വാങ്ങിക്കും, അതുപോലെ മൈദയും വാങ്ങിക്കും. എന്നിട്ട് സ്ഥിരം വീട്ടിൽ പഴംപൊരിയായിരിക്കും. നിച്ചാപ്പി വീണ്ടും അടിപൊളി പറയാൻ ശ്രമിക്കുകയാണ്, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ അൽഫാമും, ജിത്തുവാൻ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് തന്തൂരി അൽഫാമാണ് ഓർഡർ ചെയ്തത്. ഇതുവരെ തന്തൂരി നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ അമ്മ ഓർഡർ ചെയ്തത് കപ്പയും ബീഫുമാണ്. കപ്പയും മീൻ കറിയായിരുന്നു, പക്ഷേ മീൻ കറിക്കകത്ത് അയില ആയതുകൊണ്ട് അമ്മയ്ക്ക് അയില അത്ര പിടിക്കാത്തതുകൊണ്ട് നമ്മൾ കപ്പയും ബീഫുമാണ് ഓർഡർ ചെയ്തത്. അമ്മയ്ക്ക് കപ്പയും ബീഫുമാണ് അമ്മയുടെ ഫേവറേറ്റ്. എൻ്റെ ഫേവറേറ്റ് അൽഫാമും പ്ലസ് അതിൻ്റെ കൂടെ മയനൈസും വെജിറ്റബിൾസുമാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. നമ്മുടെ കപ്പ വന്നത് നല്ല അടിപൊളി ചട്ടിക്കകത്ത് നല്ല ചൂടോടാണ് അവർ കപ്പയും ബീഫും കൊണ്ടുവന്നത്. നല്ല നാടൻ രീതിയിൽ, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഷാപ്പിലൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിലാണ് നമുക്ക് കപ്പയും ബീഫും കൊണ്ടുവന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഒരു പുള്ളി എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ വീഡിയോ ആണ് എടുക്കുന്നതെന്നായിരിക്കാം മേ ബി. ജിത്തുവേട്ടൻ സ്റ്റിൽ ഏത്തക്കാപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി ജിത്തുവേട്ടൻ്റെ തന്തൂരി ചിക്കനിലോട്ട് കൈവെക്കാൻ. പിന്നെ ജിത്തുവേട്ടൻ തന്തൂരി ചിക്കൻ്റെ കൂടെ പ്ലസ് ഒരു പാൽ പൊറോട്ടയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജിത്തുവേട്ടൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് മഖനിയിലെ പാൽ പൊറോട്ട. ജിത്തുവേട്ടൻ്റെ മാത്രമല്ല കേട്ടോ, എൻ്റെയും. പക്ഷേ ഞങ്ങളെപ്പോഴും ചിക്കനാണ് പ്രിഫർ ചെയ്യാറ്. ബിക്കോസ് എനിക്ക് ബീഫ് ഇഷ്ടമല്ല, പക്ഷേ ജിത്തുവേട്ടൻ ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ പോലും ഞങ്ങൾ കഴിച്ചതിൽ വെച്ച് ചിക്കൻ്റെ പാൽ പൊറോട്ടയാണ് ഞങ്ങൾക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടത്. നല്ല ഒരു 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് പാൽ പൊറോട്ട അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും നല്ല ചട്ടിയിൽ നല്ല അടിപൊളി തേങ്ങാപ്പാലിൽ സോക്ക് ചെയ്തെടുത്തേക്കുന്ന പൊറോട്ടയും പ്ലസ് അതിൻ്റെ മണ്ടയ്ക്ക് നമുക്കൊരു ബുൾസയും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യും. അടിയിലും നല്ല അടിപൊളി പൊറോട്ട നല്ല നല്ല ക്രീമി തേങ്ങാപ്പാലിനകത്താണ് അവർ സോക്ക് ചെയ്ത് നമുക്ക് തരുന്നത്. നമ്മുടെ വായിലിട്ട് കഴിഞ്ഞാൽ പൊറോട്ടയൊക്കെ നല്ല അലിഞ്ഞിറങ്ങും. ഏത് പൊറോട്ട ലവേഴ്സിനും ഒരു വികാരമായിരിക്കും ഈ പാൽ പൊറോട്ടയെന്നും പറയുന്നത്. ഏതൊരു പൊറോട്ട ലവേഴ്സിന് മാത്രമല്ല കേട്ടോ, പൊറോട്ട ഇഷ്ടമല്ലാത്തവർക്ക് പോലും മേ ബി എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് ഞാൻ പറയുകയാണ്, പൊറോട്ട ഇഷ്ടമല്ലാത്തവർക്ക് പോലും ചിലപ്പോൾ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലത്തെ ഒരു ശൈലിയിലാണ് അവരിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതും നമ്മുടെ നാടൻ മൺചട്ടിയിൽ തന്നെയാണ് അവരിത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ബില്ലൊക്കെ കൊടുത്തു ഇറങ്ങി. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുമാണ്. നമ്മൾ 3 പേര് ഞങ്ങൾ ഇത്രയും ഫുഡ് കഴിച്ച് നമുക്ക് നിയർലി 60 പൗണ്ട് അത്രയും മാത്രമേ ആയുള്ളൂ. അപ്പോൾ എഡിൻബ്രയിലെ ട്രിപ്പ് വരുന്നത്, അതായത് എവിടെ നിന്ന് ഇപ്പം ഓൾമോസ്റ്റ് എഡിൻബ്ര ഗ്ലാസ്ഗോ ഉള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു ഷോപ്പ് തന്നെയാണ് മഖനി എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾ ഔട്ട്സൈഡ് സ്കോട്ട്ലൻഡിൽ നിന്ന് ആരെങ്കിലും എഡിൻബ്രയ്ക്ക് ട്രിപ്പ് പോവുകയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് റെസ്റ്റോറൻ്റാണ് മഖനി. അപ്പം നിങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലോട്ട് നിങ്ങൾക്ക് ഈ മഖനിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളവിടെ സ്ഥിരം പോയി കഴിക്കുന്ന ഫുഡാണ്. അപ്പോൾ അതുകൊണ്ട് 100% ഞാൻ ഗ്യാരണ്ടിയാണ് അവിടുത്തെ അടിപൊളി ഫുഡായിരിക്കും. ആരവിടെ വന്ന് കഴിച്ചാലും നമുക്ക് ഉറപ്പായിട്ടും അവരുടെ എല്ലാ ഫുഡും നമുക്ക് ഇഷ്ടപ്പെടും. അതുപോലെ നമ്മുടെ ഒരു റിയൽ കേരള സ്റ്റൈൽ ഫുഡാണ് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെറിയൊരു ഡിന്നറിന് ശേഷം നമ്മൾ തിരിച്ചിഞ്ഞ് വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ 50 to 55 മിനിറ്റ്സ് ഡ്രൈവ് നമുക്കുണ്ട്. പിന്നെ അതുമല്ല അങ്ങോട്ട് പോയ അവസ്ഥയല്ലായിരുന്നു തിരിച്ച് എൻ്റെ അവസ്ഥ. അങ്ങോട്ട് പോയപ്പോൾ ചാടിത്തുള്ളി പോയെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാകാം മേ ബി ഞാൻ തുമ്മി ഒരു പരുവമായി ഗൈസ്. ഒരു ഫുൾ ടയേർഡായപ്പോൾ ഞാൻ നല്ല തുമ്മലായിരുന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ചെങ്കിലും എനിക്ക് ഈ പറഞ്ഞ പോലെ തുമ്മൽ കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഇനിയിപ്പോൾ രാത്രിയാണ്, നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വീട്ടിൽ ചെല്ലുക, പോയി കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടി വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. അങ്ങനെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.